സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ഹര ഹര ശങ്കര, ജയ ജയ ശങ്കര. ഈ ഭാഗവത സത്രം ആദ്യ ദിവസം മുതൽ ഏറ്റവും അവസാന ദിവസം വരെ സശ്രദ്ധം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഏറെ സ്നേഹം നിറഞ്ഞവരെ, വലിയൊരു ഭാഗ്യമായിട്ടാണ് ഈ വേദിയിലേക്ക് വീണ്ടും വരാൻ സാധിച്ചതിന്. കഴിഞ്ഞ വർഷവും ഈ വേദിയിൽ വരാനും നമുക്ക് പരിചിതമല്ലാത്ത ശ്രീകൃഷ്ണൻ എന്ന ഒരു വളരെ കൗതുകമുള്ള വിഷയത്തിൽ ഒരു പ്രഭാഷണം അവതരിപ്പിക്കാനും സാധിച്ചിരുന്നു. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിലേക്കുള്ള മടങ്ങിവരവിനെ സൂചിപ്പിച്ച ഒരു പ്രഭാഷണമാണത്. കഴിഞ്ഞ വർഷം വലിയൊരു അപകടം പറ്റി ഏറെ നാൾ ആശുപത്രിയിൽ കിടന്നതിന് ശേഷം ഏതാണ്ട് 39 ദിവസം ആശുപത്രിയിലായിരുന്നു. അതിൽ തന്നെ 35 ദിവസം വെന്റിലേറ്ററിലായിരുന്നു, 12 ദിവസം എക്മോയിലായിരുന്നു, 7 ദിവസം കോമയിലുമായിരുന്നു. അപ്പോൾ ഇനിയൊരു സാധ്യതയില്ല എന്നെല്ലാവരും ഏതാണ്ട് വിധി എഴുതിയ സ്ഥലത്ത് ഈ സമാജത്തിൻ്റെ നിറഞ്ഞ പ്രാർത്ഥന കൊണ്ട്, വലിയ പ്രത്യാശ കൊണ്ട്, പ്രതീക്ഷ കൊണ്ട്, സങ്കല്പത്തിൻ്റെ ശക്തി കൊണ്ടൊരു അത്ഭുതകരമായിട്ടുള്ള മടങ്ങിവരവ് സാധിച്ചതിന് ശേഷം ഞാൻ ആദ്യമായിട്ടൊരു പൊതുയോഗത്തിൽ, ഒരു പൊതുവേദിയിൽ സംസാരിക്കാൻ വേണ്ടി വരുന്നത് ഇവിടെ മള്ളിയൂർ കഴിഞ്ഞ വർഷം നടന്നിട്ടുള്ള ഭാഗവത സത്രത്തിലാണ്. അന്നെന്നോട് എന്താ പറയുക, ഇവിടുത്തെ ശ്രീ ശിവൻ വളരെ നിർബന്ധമായിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തായാലും ഇവിടെ വരണം, കാരണം നിങ്ങൾക്ക് വേണ്ടി ധാരാളം വഴിപാട് നടന്നിട്ടുള്ളൊരു അമ്പലമാണ്. ഇവിടെ വന്ന് മഹാഗണപതിയോട് അതിനോട് നന്ദി പറയേണ്ട ബാധ്യത ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് അങ്ങോട്ട് കഴിഞ്ഞൊരു വർഷം മുഴുവൻ തുടർച്ചയായിട്ട് പ്രഭാഷണ വേദികളിലും പൊതുയോഗങ്ങളിലും പങ്കെടുക്കാനുള്ളൊരു യോഗം ഇവിടെ നിന്ന് ഈ മഹാഗണപതിയായിട്ട് ഉണ്ടാക്കി തന്നു. അതുകൊണ്ട് തന്നെ ഈ വർഷം വരണം എന്ന് പറഞ്ഞപ്പോൾ അതിനെ പറ്റി രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഇന്നത്തെ ഈ വരവിനൊരു കൗതുകമുണ്ട്. എനിക്കൊരു വിഷയം നിശ്ചയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം നമുക്ക് വളരെ രസകരമായൊരു വിഷയമായിരുന്നു. സാധാരണ നമ്മൾ സംസാരിക്കുന്ന പോലെ നമുക്ക് പരിചിതമല്ലാത്ത കൃഷ്ണനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് പരിചിതമല്ലാത്ത കൃഷ്ണൻ എന്ന് പറയുന്നത് നമുക്ക് അത്രമേൽ പരിചിതനായിട്ടുള്ള ഒരാളാണ് കൃഷ്ണൻ. ഓരോ ഭാരതീയനും മാത്രമല്ല, ലോകത്ത് മുഴുവനുള്ള എല്ലാ ആളുകൾക്കും അത്രമേൽ ചിരപരിചിതനായിട്ടുള്ള, അവനവനേക്കാൾ നല്ലവണ്ണം അറിയുന്നൊരു മൂർത്തി സങ്കല്പമാണ് കൃഷ്ണൻ എന്ന് പറയുന്നത്. അതിൻ്റെ നമുക്ക് പരിചിതമല്ലാത്ത ഭാവങ്ങൾ പറയുന്നതിലൊരു കൗതുകം ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, എന്നോട് ഇവർ നിർദ്ദേശിക്കാൻ ആഗ്രഹിച്ചതോ ഉദ്ദേശിച്ചതോ ആയിട്ടുള്ള വിഷയം 12 സ്കന്ധത്തിലെ 1-2 അധ്യായങ്ങളായിരുന്നു. കലിയുഗ വർണ്ണന എന്ന് പറയുന്ന ആ ഭാഗമുണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ കുറച്ച് ശരിയായിരിക്കുന്ന ഒരു പക്ഷേ എങ്ങനെയാണ് ഭാഗവത ഋഷിയുടെ ആ സങ്കല്പം എങ്ങനെയാണ് വളരെ കൃത്യമായിട്ട് നമ്മുടെ മുന്നിൽ നടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത് എന്ന ആധുനിക കാലഘട്ടത്തിലെ തെളിവുകളും നമുക്ക് മുന്നിൽ നടക്കുന്ന സംഭവങ്ങളും മുൻനിർത്തിക്കൊണ്ട് തന്നെ പറയാം എന്നാണ്. പക്ഷേ എന്തോ ഒരു കൗതുകം കൊണ്ട് അവരെനിക്ക് വിഷയം അയച്ചപ്പോൾ അവർക്കതിലൊരു അക്ഷരപ്പശയ്ക്ക് പറ്റിയിട്ട് അവർ അയച്ചത് ദശമസ്കന്ധം 1-2 എന്നാണ്. അപ്പോൾ എൻ്റെ ഒരു ഭാഗ്യം ആലോചിച്ച് നോക്കൂ. കാരണം ഭാഗവതം എന്ന് പറയുന്ന വിരാട് പുരുഷൻ്റെ, ഭാഗവത പുരാണമാകുന്ന വിരാട് പുരുഷൻ്റെ ശരീരമാണ് 1 മുതൽ 9 വരെയുള്ള ഭാഗങ്ങളെങ്കിൽ 10ാമത്തെ സ്കന്ധം എന്നത് ഭാഗവതത്തിൻ്റെ ഹൃദയമാണ്. ആ മഹാപുരുഷൻ്റെ, വിരാട് പുരുഷൻ്റെ ഹൃദയമായിട്ടാണ് ദശമസ്കന്ധത്തെ. അതുകൊണ്ടാണ് ദശമസ്കന്ധമാണ് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വിഷയമായിട്ട് പരിഗണിക്കാറുള്ളത്. 11-12 സ്കന്ധങ്ങളെ നമ്മൾ ആ വിരാട് പുരുഷൻ്റെ ശിരസ്സായിട്ടാണ് കണക്കാക്കുന്നത്. ഇങ്ങനെയാണ് ഈ 12 സ്കന്ധങ്ങളിലൂടെയാണ് ആ പൂർണ്ണ വിരാട് പുരുഷ രൂപത്തെ നമ്മൾ ദർശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന 18,000 ശ്ലോകങ്ങളുള്ള 355 അധ്യായങ്ങളുള്ള 12 സ്കന്ധങ്ങളുള്ള ഈ ഭാഗവതം എന്ന് പറയുന്ന ആ വിരാട് പുരുഷൻ്റെ പ്രത്യക്ഷത്തിലുള്ള നാരായണൻ്റെ പ്രത്യക്ഷാവതാരത്തിൻ്റെ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുകയും പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്ത ഭാഗം 10ാം സ്കന്ധമായത്. കാരണം 10ാം സ്കന്ധത്തിലാണ് ശ്രീകൃഷ്ണാവതാരം എന്ന് പറയുന്ന ആ അത്ഭുതം സംഭവിക്കുന്നത്. പക്ഷേ അതായിരുന്നില്ല എനിക്ക് നിശ്ചയിച്ചിട്ടുള്ള വിഷയം. എന്നോട് സംസാരിക്കാൻ ആഗ്രഹിച്ചത് കലിയുഗത്തെ പറ്റിയിട്ടായിരുന്നു. ഏറ്റവും മോശമായിട്ടുള്ളൊരു കാലഘട്ടത്തെ പറ്റി പറയാൻ, നിർദ്ദേശിക്കാൻ അവർ ആഗ്രഹിച്ചിട്ട് എന്നിലേക്ക് എത്തിയ സന്ദേശം 10ാം അധ്യായത്തെ പറ്റി പറയുക എന്നുള്ളതായിപ്പോയി. അപ്പോൾ ഏതായാലും ഇവിടെ വന്നപ്പോഴാണ് ഈ കാര്യത്തിൽ ഇങ്ങനെയൊരു സംശയമുണ്ട്. ഞാൻ സംസാരിക്കേണ്ടത്
ദ്വാദശ സ്കന്ധത്തിലെയാണ്, 12-ാം സ്കന്ധത്തിലെയാണ് 1-2 അധ്യായങ്ങളാണെന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ അതിവൈദഗ്ധ്യത്തോടുകൂടി വളരെ വിഷയം പഠിച്ച് അവതരിപ്പിക്കാനുള്ള മികവ് ഞാൻ കഴിഞ്ഞ വർഷവും പറഞ്ഞതുപോലെ ഭാഗവതവുമായി ബന്ധപ്പെട്ട് ഇരിക്കില്ലെങ്കിലും ഈ ഒരു ധന്യമായിട്ടുള്ള, ഈ ഒരു പുണ്യമായിട്ടുള്ള വേദിയിൽ വന്നിരിക്കാനും ഒരു അല്പസമയം നിങ്ങളോട് സംസാരിക്കാനും സാധിക്കുന്നതൊരു ഭാഗ്യമാണ്, ഒരു പുണ്യമാണ് എന്ന് മനസ്സിലാക്കി വള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയെ പോലൊരു മഹാതപസ്വിയുടെ, ഒരു വലിയ സാധകൻ്റെ, വലിയൊരു ഉപാസകൻ്റെ നിരന്തരമായിട്ടുള്ള ജപം കൊണ്ട്, സാധന കൊണ്ട്, സത്സംഗം കൊണ്ട് ധന്യമായി തീർന്നിട്ടുള്ള ഈ മണ്ണിൽ എനിക്ക് തോന്നുന്നു ഓരോ മണൽത്തരിയും ഭാഗവത കഥകൾ പറയാൻ പ്രാപ്തരായി കഴിഞ്ഞിരിക്കും. ഇവിടുത്തെ മനുഷ്യന് മാത്രമല്ല, ഇവിടുത്തെ മണൽത്തരികൾക്ക് പോലും ഭാഗവതത്തിലെ കഥകൾ ഹൃദിസ്ഥമായി കഴിഞ്ഞിരിക്കും. അത്രമേൽ തവണ കേട്ട് പരിചിതരായവരാണ്. ഇവിടെ ഇരിക്കുന്ന മനുഷ്യരാവട്ടെ ഈ ഭൂമിയിലെ തന്നെ ഏറ്റവും സുഹൃതികളായിട്ടുള്ള മനുഷ്യരാണ് ഒരുപക്ഷെ. കാരണം ഭക്തിയുടെ തീവ്രരസം ഇത്രയും നിരന്തരമായി നിർബാധമൊഴുകുന്ന മറ്റൊരു ദേശം ഒരുപക്ഷെ ഈ കലിയുഗത്തിൽ കേരളത്തിൽ വേറെ എവിടെയില്ല. നിരന്തരമായിട്ട് ഭാഗവത രസം, ആ ഭാഗവതത്തിൻ്റെ ഭക്തിരസം നിരന്തരമായിട്ട് തലമുറകൾ അത് കൈമാറിക്കൊണ്ട് പോവുകയാണല്ലോ. അത് എവിടെയെങ്കിലും അവസാനിക്കുന്നതിലല്ലോ. അത് ശങ്കരൻ നമ്പൂരിയിൽ ആരംഭിക്കുകയാണ്, അത് പരമേശ്വരൻ നമ്പൂരിലൂടെ തുടരുകയാണ്, ആ ശ്രീശിവനിലൂടെ അത് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തലമുറകളിലൂടെ ആ ഭാഗവതത്തിൻ്റെ സന്ദേശം കൈമാറി ഒരു ഭാഗവത ഭാവം വന്നിട്ടുള്ളൊരു ഗ്രാമത്തിൽ വരാൻ സാധിക്കുന്നതൊരു പുണ്യമാണ്. ഭാഗവതപ്രിയരായിട്ടുള്ള, ഭാഗവത കഥകൾ കേട്ട് ധന്യരായിട്ടുള്ള മനുഷ്യർക്കിടയിൽ ഇരിക്കാൻ, അവരുമായിട്ട് അല്പസമയം സംസാരിക്കാൻ സാധിക്കുന്നതൊരു പുണ്യമാണ് എന്ന ഒരു ദൃഷ്ടിയിൽ എൻ്റെ എല്ലാ അറിവില്ലായ്മകളും നിങ്ങളുടെ മുന്നിൽ ആദ്യമേ വെച്ചുകൊണ്ട് തന്നെ എന്നോട് നിർദ്ദേശിക്കാൻ അവരാഗ്രഹിച്ച വിഷയത്തെപ്പറ്റി അല്പം പറയാം എന്ന് വിചാരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഭാഗവതം എന്ന് പറയുന്നത് മഹാപുരാണങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 18 പുരാണങ്ങളിൽ മഹാപുരാണമായി നമ്മൾ കണക്കാക്കുന്ന 5 ലക്ഷണങ്ങളാണ് നമ്മൾ സാധാരണ പുരാണത്തിന് പറയാറുള്ളത്. ഈ 5 ലക്ഷണങ്ങൾ തികഞ്ഞാലാണ് അതിനെ ഒരു ലക്ഷണമൊത്ത പുരാണം എന്ന് കണക്കാക്കുന്നത്. എന്നാൽ 5 ലക്ഷണങ്ങളല്ല, 10 ലക്ഷണങ്ങൾ തികഞ്ഞിട്ടുള്ള പുരാണമാണ് ഭാഗവതം എന്ന് പറയുന്നത്. ഭാഗവതമാണ് പുരാണങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള പുരാണം. ഭാഗവതം സാക്ഷാൽ നാരായണൻ്റെ അവതാരം തന്നെയാണ്. അത് വ്യസിച്ചതാവട്ടെ, അത് രചിച്ചതാവട്ടെ, അത് നാരായണൻ്റെ മറ്റൊരു അവതാരമായിട്ടുള്ള വ്യാസൻ തന്നെയാണ്, അല്ലേ? വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണുവേ. വ്യാസൻ എന്ന് പറയുന്നത് സാക്ഷാൽ വിഷ്ണു തന്നെയാണ്. അങ്ങനെയുള്ള നാരായണൻ്റെ ഭാവത്തെ നാരായണനാൽ വ്യസിക്കപ്പെട്ട് നാരായണ രൂപത്തിലുള്ള നരന്മാർക്കിടയിലേക്ക് ഇറങ്ങിയതാണ് ഭാഗവതം. അതുകൊണ്ട് തന്നെ പുരാണങ്ങളിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമാണ് ഭാഗവതം എന്ന് പറയുന്നത്. ഭാഗവതത്തിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഏറ്റവും ചുരുങ്ങിയത് 5-ാം നൂറ്റാണ്ടിന് മുൻപെങ്കിലും ഭാഗവതം രചിക്കപ്പെട്ടിട്ടുണ്ടാവണം എന്നുള്ളതാണ്. പുരാണം എന്ന വാക്കുകൊണ്ട് തന്നെ സൂചിപ്പിക്കുന്നത് പഴക്കമുള്ളത് എന്നാണ്, വളരെ പഴയത്, വളരെ കാലങ്ങൾക്ക് മുൻപേ ഉള്ളത് എന്നാണ്. ഈ ഭാഗവതത്തിൻ്റെ കാലഘട്ടം വളരെ പ്രധാനമായി വരുന്നത് നമ്മൾ ഈ 12-ാം സ്കന്ധം പറയുമ്പോൾ പിന്നീട് ഇന്ത്യയിലുണ്ടാവുന്ന ധാരാളം രാജാക്കന്മാരുടെ ചരിത്രത്തെ പറ്റിയിട്ടൊക്കെ ഈ ഭാഗവതത്തിൻ്റെ 12-ാം സ്കന്ധം പറയുന്നുണ്ട്. ഭാഗവതത്തിൻ്റെ 12-ാം സ്കന്ധത്തിൽ സംഭവിക്കുന്ന എന്താണ്? ഗംഗാനദിയുടെ തീരത്തിരുന്നിട്ട് ശ്രീ ശുഖബ്രഹ്മർഷിയോട് ചോദിക്കുകയാണ് പരീക്ഷിത്ത്, ഈ ശ്രീകൃഷ്ണാവതാരത്തിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം യദുകുല രാജാവായിട്ടുള്ള ശ്രീകൃഷ്ണൻ ഈ ഭൂമിയിലെ അവതാരം ഉപേക്ഷിച്ച് സ്വർഗത്തിലേക്ക് പോയതിനു ശേഷം പിന്നീട് എന്താണ് സംഭവിക്കുന്നത്, പിന്നീട് ഏതൊക്കെ രാജാക്കന്മാരാണ് ഭരിക്കുന്നത്, പിന്നീട് ഭൂമിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ശ്രീ ശുഖബ്രഹ്മർഷി കൊടുക്കുന്ന മറുപടിയാണ്. അതിൽ അദ്ദേഹം ആദ്യത്തെ രാജാവ് മുതൽ അങ്ങോട്ട് നന്ദൻ, 1250 വർഷങ്ങൾക്ക് ശേഷം വരുന്ന നന്ദൻ എന്ന് പറയുന്ന രാജാവിനെ പറ്റി പറയുന്നുണ്ട്. അതിനുശേഷം മൗര്യ രാജാക്കന്മാരെ പറ്റി പറയുന്നുണ്ട്. അതിനുശേഷം ഗുപ്ത രാജാക്കന്മാരെ പറ്റി പറയുന്നുണ്ട്. 10-ാം നൂറ്റാണ്ടിന് ശേഷം മ്ലേച്ഛന്മാർ ഭരിക്കുന്നു. മ്ലേച്ഛന്മാരുടെ ആക്രമണം ഉണ്ടാവുകയാണ്. അവർ ദ്വിജന്മാരെ ഉന്മൂലനം ചെയ്യും, അവർ ഗോക്കളെ ഉന്മൂലനം ചെയ്യും, അവർ ക്ഷേത്രങ്ങൾ തകർക്കും, അവർ ഗോമാംസം ഭക്ഷിക്കും, അവർ അനാര്യരായിട്ടുള്ള ദ്വിജരല്ലാത്ത ആളുകളെ കൂടുതൽ പരിപോഷിപ്പിക്കും. ഇങ്ങനെ ഒരുപക്ഷെ ഇത് ചരിത്രമാണോ പുരാണമാണോ എന്ന് നമുക്ക് പലപ്പോഴും സംശയം തോന്നുന്നത് പോലെ നമ്മൾ ചരിത്ര പുസ്തകത്തിൽ പഠിച്ചിട്ടുള്ള ഇന്ത്യയിലെ നിരവധി രാജവംശങ്ങളെപ്പറ്റി പരാമർശിച്ചുകൊണ്ടാണ് അത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു ഇതിൻ്റെ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് ഈ
എന്താ പറയുക, ഞാനത് ആ രാജാക്കന്മാരുടെ പേരൊന്ന് പറയുന്നത് നല്ലതാവും തോന്നുന്നു. കലികാല മന്നവന്മാർ എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. പരീക്ഷത്തിൻ്റെ ചോദ്യം, യദുകുല ശിഖാമണിയായിരുന്ന ശ്രീ ഭഗവാൻ സ്വധാമത്തെ പ്രാപിച്ച ശേഷം ഭൂമിയിൽ ആരുടെ വംശമാണ് ഭരിച്ചിരുന്നത് എന്നാണ്. അതിന് ശ്രീശുകൻ പറയുന്നത്, ബൃഹദ വംശത്തിലെ അവസാനത്തെ രാജാവായ പുരംജയനെ അമാത്യനായ ശുനകൻ കൊന്നിട്ട് തൻ്റെ പുത്രനായ പ്രദ്യോധനനെ രാജാവായിട്ട് വാഴിക്കുന്നു. പിന്നീട് പ്രദ്യോധനൻ്റെ പുത്രനായിട്ടുള്ള അലകൻ, അവൻ്റെ പുത്രൻ വിശാഖയൂപൻ, അവൻ്റെ മകൻ രാജകൻ, രാജകൻ്റെ പുത്രൻ നന്ദിവർദ്ധനൻ, പിന്നെ പ്രദ്യോധനൻ മുതൽ നന്ദിവർദ്ധനൻ വരെയുള്ള ഐവർ 138 സംവത്സരം രാജ്യപാലനം നടത്തുന്നു. നന്ദിവർദ്ധനനെ തുടർന്ന് ആ പരമ്പരയിൽ ശിശുനാഗൻ, കാകവർണ്ണൻ, ക്ഷേമധർമാവ്, ക്ഷേത്രജ്ഞൻ, വിധിരയിൽ ശിശുനാഗൻ, കാകവർണ്ണൻ, ക്ഷേമധർമാവ്, ക്ഷേത്രജ്ഞൻ, വിധിസാരൻ, അജാതശത്രു, ധർഭകൻ, അജയൻ, നന്ദിവർദ്ധനൻ, മഹാനന്ദി എന്നിങ്ങനെ 10 പേർ 360 വർഷം കലികാലത്ത് രാജ്യം ഭരിക്കും. ഈ മഹാനന്ദിക്കൊരു ശൂദ്ര സ്ത്രീയിൽ അതിബലവാനും ക്ഷേത്രവിനാശകനും മഹാപത്മസമ്പത്തിന് അധിപതിയുമായി നന്ദൻ എന്നു പേരായൊരു പുത്രൻ ജനിക്കും. അപ്പം നന്ദൻ വരെയുള്ള ആ വംശാവലി, നന്ദ ഡൈനാസ്റ്റി എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഒരു രാജവംശം തന്നെയാണ്. ഏതാണ്ട് 3rd century AD അല്ലെങ്കിൽ 3-ാം നൂറ്റാണ്ട് കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉണ്ടാവുന്ന ഒരു ഡൈനാസ്റ്റിയാണ്. അതുവരെയുള്ള കാലഘട്ടം ശുകബ്രഹ്മർഷി പറയുന്നുണ്ട്. പരീക്ഷിത്ത് എന്ന് പറയുന്നത് ആരാണെന്ന് നമുക്കറിയാം. ഈ പറയുന്ന മഹാഭാരത യുദ്ധത്തിൽ അശ്വത്ഥാമാവിൻ്റെ ബ്രഹ്മാസ്ത്രം ഉത്തരയുടെ ഗർഭത്തിലേക്ക് പോകുമ്പോൾ ആ ഉത്തരയുടെ ഗർഭത്തിലുള്ള ശിശു മരിക്കാതെ ശ്രീകൃഷ്ണ പരമാത്മാവ് സംരക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഉത്തരയുടെ ഗർഭത്തിൽ നിന്ന് അത്ഭുതകരമായി പുറത്തു വരുന്ന കുട്ടിയാണ് പരീക്ഷിത്ത് എന്ന് പറയുന്ന കുട്ടി. ആ പരീക്ഷിത്ത് എന്ന് പറയുന്നത് പാണ്ഡവന്മാരുടെ പൗത്രനാണ്, പേരക്കുട്ടിയാണ്. ആ പരീക്ഷത്തിനും പിന്നീട് 1150 വർഷങ്ങൾക്ക് ശേഷം നന്ദൻ എന്ന് പറയുന്ന ഒരു രാജാവുണ്ട്. അപ്പോൾ കാലഗണന വളരെ കൃത്യമായി പറയുന്നു എന്നുള്ളതാണ് നമ്മളിതിൽ കാണുന്ന വലിയൊരു കൗതുകം. അതുകൊണ്ടാണ് ഇത് ഏത് സമയത്താണ് എഴുതപ്പെട്ടത്, ഇതിനൊക്കെ ശേഷമാണോ എഴുതപ്പെട്ടത് എന്നുള്ള ചോദ്യം വരുന്നത്. കാരണം മൗര്യന്മാരെ പറ്റി പറയണമെങ്കിൽ, ഗുപ്തന്മാരെ പറ്റി പറയണമെങ്കിൽ, അതിന് ശേഷം വന്ന മ്ലേച്ഛൻ എന്നതുകൊണ്ട് ആരെയാണ് ഉദ്ദേശിച്ചെങ്കിൽ ലക്ഷണം കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്ന ആളുകളെ പറ്റി പറയണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 12-ാം നൂറ്റാണ്ടിന് ശേഷമെങ്കിൽ എഴുതിയതായിരിക്കണം. പക്ഷെ ഭാഗവതത്തിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഭാഗവതം ഏറ്റവും ചുരുങ്ങിയത് 5-ാം നൂറ്റാണ്ടിലെങ്കിലും എഴുതപ്പെട്ട കൃതിയായിരുന്നു. 4-ാം നൂറ്റാണ്ടിലുള്ള ഭാഗവതത്തിൻ്റെ മാനുസ്ക്രിപ്റ്റ് കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. 5-6 നൂറ്റാണ്ടുകളിൽ ഭാഗവതത്തിൻ്റെ പല ഭാഷാന്തരങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഏൽ ഭാഷ, ഒരു എന്താ പറയുക, അൽ ബറൂണി എന്ന് പറയുന്ന അറബിക് യാത്രികൻ അൽ ബറൂണിയുടെ യാത്രാവിവരണങ്ങളിൽ ഭാഗവതത്തെ പറ്റി പറയുന്നുണ്ട്. അഭിനവഗുപ്തൻ എന്ന് പറയുന്ന ഇന്ത്യൻ സ്കോളർ, അഭിനവഗുപ്തൻ്റെ ജീവിതകാലത്ത് എഴുതപ്പെട്ടിട്ടുള്ള കൃതികളിൽ ഭാഗവതം കോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഭാഗവതം പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അഭിനവഗുപ്തൻ്റെ ജീവിതകാലം 950 CE to 1050 CE ആണ്. 950 CE മുതൽ 1050 CE വരെയുള്ള കാലഘട്ടത്തിൽ ജീവിച്ച അഭിനവഗുപ്തൻ ഭാഗവതത്തെ പറ്റി പറയുന്നുണ്ടെങ്കിൽ 1000 AD മുന്നേ ഭാഗവതമുണ്ട്. പക്ഷേ ഇന്ത്യയിലെ ആദ്യത്തെ മ്ലേച്ഛ ആക്രമണം ഉണ്ടായിരുന്നു. മ്ലേച്ഛ എന്ന് ആരെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയുന്നില്ല. അങ്ങനെയാണെങ്കിലും ഈ പറയുന്ന ലക്ഷണങ്ങളൊക്കെ ഒത്തിണങ്ങിയിട്ടുള്ള ആദ്യത്തെ ആക്രമണം ഉണ്ടാകുന്നത് 11-ാം നൂറ്റാണ്ടിൽ മാത്രമാണ്, അല്ലേ? ഈ ഈ 1001 CE മുതൽ 1027 CE വരെയുള്ള പീരീഡിലാണ് ഗോറി എന്ന് പറയുന്ന ഒരാളുടെ ആക്രമണം ഉണ്ടാകുന്നത്. അതിന് ഗോറിയല്ല, അത് ഗസ്നി. ആദ്യത്തെ ആക്രമണം ഉണ്ടാകുന്ന 1001 CE മുതൽ 1027 CE വരെയുള്ള പീരീഡിലാണ് ഗസ്നിയുടെ ആക്രമണം ഉണ്ടാകുന്നത്. 1193 ഗോറി എന്ന് പറയുന്ന ആളുടെ ആക്രമണം ഉണ്ടാകുന്നത്. 1201 ഭക്തിയാർ ഖൽജി എന്ന് പറയുന്ന ഖിൽജിയുടെ ആക്രമണം ഉണ്ടാകുന്നത്. 13-ാം നൂറ്റാണ്ടോട് കൂടിയിട്ടാണ് ഈ പറയുന്ന ഡൽഹി സുൽത്താനേറ്റ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള മംലൂക്ക് ഡൈനാസ്റ്റി, ലോധി ഡൈനാസ്റ്റി, സയ്യിദ് ഡൈനാസ്റ്റി എന്നൊക്കെ പറയുന്ന ഈ 5 രാജവംശങ്ങൾ ചേർന്ന് ഡൽഹി സുൽത്താനേറ്റ് ഉണ്ടാകുന്നത്. 1528 1-ാം പാനിപ്പത്ത് യുദ്ധത്തിന് ശേഷമാണ് മുഗൾ ഭരണവംശം ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെടുന്നത്. അതിനുശേഷമാണ് പിന്നീട് ഈ പറയുന്ന ഒരു ഭരണ സംവിധാനം ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെടുന്നത്. ഏറ്റവും ചുരുങ്ങിയത് ഈ ഒരു ആക്രമണത്തെ പറ്റി പറയണമെങ്കിൽ ഭാഗവതം ഉണ്ടായിട്ടുള്ളത് 12-ാം നൂറ്റാണ്ടിലെങ്കിലും ആവണം. പക്ഷേ
10-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആളുകളും ഭാഗവതത്തെ പറ്റി അവരുടെ ജീവിതകാലത്ത് പരാമർശിച്ചതിൽ നിന്ന് തന്നെ ഭാഗവതം 10-ാം നൂറ്റാണ്ടിന് മുൻപേ ഉണ്ടായിട്ടുള്ള കൃതിയാണ് മഹാഭാഗവതം. അപ്പോൾ ഭാഗവതത്തിലെ ഈ പരാമർശങ്ങൾ ചരിത്രം രേഖപ്പെടുത്തി വെച്ചതല്ല, പിന്നെയോ ഋഷീശ്വരന്മാരുടെ പ്രവചന സ്വഭാവത്തിലുള്ള ഭവിഷ്യവാണികളാണ്. നാളെ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അന്ന് തന്നെ അവർ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്താണ്, മുൻകരുതൽ എന്നോണം, മാർഗനിർദ്ദേശം എന്നോണം, ഒരു സൂചന എന്നോണം ഈ ധർമാനുയായികളായിട്ടുള്ള മനുഷ്യർക്ക് തന്നു വെച്ചതാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കൗതുകം അതിലുണ്ട് എന്നതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗവതത്തിൻ്റെ കാലത്തെ പറ്റി ആദ്യമേ തന്നെ ഒന്ന് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആദ്യത്തെ ഒരു ഘട്ടം, അതിലൊരു 1-ാം അധ്യായം എന്ന് പറയുന്ന ഘട്ടം ഈ രാജാക്കന്മാരെ വിശദീകരിക്കുന്നതാണ്. അതിൽ എനിക്ക് തോന്നുന്നു ഈ ഒരുപാട് രാജാക്കന്മാരുടെ പേരുകളൊക്കെ പറയുന്നുണ്ട്. അതിൽ ചില ലക്ഷണങ്ങൾ പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും കൗതുകം ഉണ്ടാക്കുന്നതായിരിക്കും തോന്നുന്നു. അതായത് ഈ മൗനന്മാരുടെ കാലത്തിന് ശേഷം കിക്കിലി എന്ന നഗരിയിൽ ഭൂതനന്ദൻ, വങ്കിരി, ശിശുനന്ദി അങ്ങനെയുള്ള ആളുകളെ പറ്റി പറയുന്നുണ്ട്. ഇവിടെ മുതലാണത് തുടങ്ങുന്നത്. അതായത് 7 കൗശലന്മാർ, വിദൂരവതികൾ, നിഷധന്മാർ എന്നിങ്ങനെ ഓരോരുവർ ഓരോ ദേശത്ത് അധിപന്മാരായിത്തീരും. മാഗധ വംശത്തിൽ വിസ്ഫൂർജി എന്നും പുരഞ്ജയൻ എന്നും ഇരുവരുണ്ടാവും. പുരഞ്ജയൻ ബ്രാഹ്മണാദികളെ പുളിന്തർ, യദുക്കൾ, മക്രന്മാർ എന്നിങ്ങനെ മ്ലേച്ഛപ്രായരായ ജനങ്ങളാക്കി തീർക്കും. ദുർബുദ്ധിയായ അവൻ ദ്വിജേതര വർഗക്കാരെ വർദ്ധിപ്പിക്കും. ധീരനായ അവർ ക്ഷത്രിയരെ നശിപ്പിച്ച് പത്മാവതി എന്ന പുരിയിൽ പാർത്തുകൊണ്ട് ഗംഗാദ്വാരം മുതൽ പ്രയാഗം വരെയുള്ള ഭൂഭാഗത്തെ അടക്കി വാഴും. സൗരാഷ്ട്രം, അവന്തി, ആഭീരം, ശൂരം, അർബുദം, മാളവം എന്നിവിടങ്ങളിൽ ശൂദ്രപ്രായരായ വ്രാത്യദ്വിജ്വന്മാർ ജനപാലകന്മാരായിത്തീരും. സിന്ധു നദീതടം, ചന്ദ്രഭാഗ നദീതടം, കൗന്തി നഗരം, കാശ്മീരദേശം എന്നിവിടങ്ങളിൽ വേദാചാരശൂന്യരായ ശൂദ്രരും മ്ലേച്ഛന്മാരും നാടുവാഴും. ഇവരേകകാലത്തിൽ ഓരോ നാടുകൾ ഭരിക്കുന്നവരും മ്ലേച്ഛപ്രായരും അധർമ്മത്തിലും അനൃത്തത്തിലും തൽപരരും അതിക്രോധന്മാരും ദാനഹീനരുമായിരിക്കും. സ്ത്രീകളെയും കുട്ടികളെയും പശുക്കളെയും ബ്രാഹ്മണരെയും കൊല്ലുന്നവരും പരസ്ത്രീകളെയും പരധനങ്ങളെയും അപഹരിക്കുന്നവരും ക്ഷിപ്രകോപരും ക്ഷിപ്രദോഷരും ദുർബലരും അല്പായുസ്സുകളുമായിരിക്കും ഇവർ. സംസ്കാരഹീനരും ആചാരശൂന്യരും രജസ്തഭേദാധീനരും രാജരൂപധാരികളുമായ ഈ മ്ലേച്ഛന്മാർ പ്രജകളെ വല്ലാതെ പീഡിപ്പിക്കും. ഇത് ഭാഗവതം പറയാണ് കേട്ടോ, ആരെയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇങ്ങനെ ചില രാജാക്കന്മാർ ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടാവും. ഇവരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഇവർ ബ്രാഹ്മണരെ സമ്പൂർണ്ണമായിട്ട് ഇല്ലായ്മ ചെയ്യും. ഇതൊരു ദ്വിജരഹിതരായിട്ടുള്ള രാജാക്കന്മാരെ പരിപോഷിപ്പിക്കും. ഇവർ സാധാരണ ജനങ്ങളെ വല്ലാതെ പീഡിപ്പിക്കും. ഇവർ അന്യൻ്റെ ധനം കയ്യേറും. അതായത് അന്യർക്ക് അർഹതപ്പെട്ടിട്ടുള്ള ആരാധനാലയങ്ങളാവട്ടെ ഭൂമികളാവട്ടെ ഇത് കയ്യേറുകയും അതിന് മേലെ തങ്ങളുടേതാണെന്ന് പറയുന്ന ആരാധനാ മന്ദിരങ്ങൾ കെട്ടിപ്പൊക്കുകയും പിന്നീട് അത് എല്ലാ കാലത്തും നിലനിർത്തുക എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ മതേതര സാംസ്കാരിക ബാധ്യതയാണ് എന്ന് വാദിക്കുകയും ഈ പറയുന്ന അധിനിവേശത്തിൻ്റെ സ്മാരകങ്ങൾ പിന്നീട് അധികാരത്തിൻ്റെ ബിംബങ്ങളും അധിനിവേശത്തിൻ്റെ ചിഹ്നങ്ങളുമായി നിലനിൽക്കും. ഇങ്ങനെ കയ്യേറ്റത്തിൻ്റെ വലിയൊരു ചരിത്രം നമുക്കുണ്ട്. ഒരുപക്ഷെ കയ്യേറപ്പെട്ട പല സംഗതികളും തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്തിൽ ഈ നിലയിൽ ആക്രമിക്കപ്പെടുകയും കയ്യേറ്റപ്പെടുകയും ചെയ്ത സ്ഥാപനങ്ങൾ തിരിച്ചു കൊടുത്തിട്ടുള്ളൊരു അനുഭവമില്ല. എന്നാൽ ഇവിടെ ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ മന്ദിരങ്ങളായി കണക്കാക്കിയിരുന്ന, അതായത് സപ്തമ മോക്ഷപുരികൾ എന്ന് നമ്മൾ കണക്കാക്കുന്ന, ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം മോക്ഷം കിട്ടാൻ വേണ്ടി ഒരു തവണയെങ്കിലും ചെന്ന് ഒന്ന് കാല് പതിപ്പിക്കേണ്ട മണ്ണായി കണക്കാക്കുന്ന അയോധ്യ, മധുര, മായ, കാശി, കാഞ്ചി, അവന്തിക, ദ്വാരക, 7 പുരികളും. നിങ്ങൾക്ക് അയോധ്യയുടെ കഥ പറയുമ്പോൾ പറയും, ഈ അയോധ്യയിൽ 1777 ജോസഫ് ടിഫാൻഡിലർ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് യാത്രികൻ അദ്ദേഹം അയോധ്യ സന്ദർശിക്കുന്നുണ്ട്. അപ്പോൾ അയോധ്യയിലെ രാമക്ഷേത്രമാണോ ഉള്ളത് അതോ മറ്റു മന്ദിരമാണോ ഉള്ളത് എന്നൊക്കെയുള്ള തർക്കം നടക്കുമ്പോൾ ഈ സുപ്രീം കോടതി പരിശോധിക്കുന്ന കുറേ രേഖകളുണ്ടല്ലോ. ഈ കുറേ രേഖകളിൽ ഇങ്ങനെ കുറേ ഇംഗ്ലീഷ് യാത്രികന്മാരുടെ യാത്രാ വിവരണങ്ങളുണ്ട്. 1611 അവിടെ സന്ദർശിച്ച വില്യം ഫിഞ്ച് എന്ന് പറയുന്ന യാത്രികനുണ്ട്. വില്യം ഫിഞ്ച് അവിടെ തകർക്കപ്പെട്ട ഒരു രാമദുർഗത്തിൻ്റെ ചിഹ്നങ്ങൾ കാണുന്നുണ്ട്. ഫോർട്ട് ഓഫ് രാമ തകർക്കപ്പെട്ടതായിട്ട് കാണുന്നുണ്ട്. 1634 ഹെർബർട്ട് സ്പെൻസർ എന്ന് പറയുന്നൊരു ഇംഗ്ലീഷുകാരൻ അവിടെ യാത്ര ചെയ്തിട്ടുണ്ട്. അവിടെ അദ്ദേഹം തകർക്കപ്പെട്ട
ക്ഷേത്രം കാണുന്നുണ്ട്. ഇവിടെ ഒന്നും പക്ഷേ അവിടെ മറ്റൊരു ആരാധനാലയം കണ്ടിട്ടില്ല കേട്ടോ. ഈ പറയുന്ന ആരാധനാലയം നിർമ്മിച്ചതായി പറയപ്പെടുന്ന ബാബറിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന എക്സ്റ്റെൻസീവ് കോർട്ട് റെക്കോർഡ്സ് ഉണ്ട്, പാലസ് റെക്കോർഡ്സ്. ഈ രാജാക്കന്മാർക്ക് അവരുടെ ഭരണകാലത്തുള്ള കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കുന്ന ശീലമുണ്ടല്ലോ. ബാബറിൻ്റെ പാലസ് റെക്കോർഡ്സിൻ്റെ പേര് ബാബർനാമ എന്നാണ്. ബാബർനാമയിൽ അങ്ങനെ ഒരു ആരാധനാലയം നിർമ്മിച്ചതിനെ പറ്റി പറയുന്നില്ല. അതിനുശേഷം വന്ന ഹുമയൂണിൻ്റെ പാലസ് റെക്കോർഡ്സിൽ പറയുന്നില്ല. അതിനുശേഷം വന്ന അക്ബറിൻ്റെ ഐനി അക്ബറി അതിൽ പറയുന്നില്ല. 1574 ഗോസ്വാമി തുളസീദാസ് അയോധ്യയിൽ വന്നിട്ടാണ് രാമചരിത് മാനസ് എഴുതി തുടങ്ങുന്നത്. വാരണാസിക്കാരനായിട്ടുള്ള അദ്ദേഹം രാമനവമിയോടനുബന്ധിച്ച് വാരാണസിയിലേക്ക് വന്ന് വാരാണസിയിൽ ഇരുന്നുകൊണ്ടാണ് 1574 രാമചരിത് മാനസ് എഴുതുന്നത്. അവിടെ എവിടെയും അവിടെ മറ്റൊരു ആരാധനാലയത്തെ പറ്റി പറയുന്നില്ല. പക്ഷേ അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നും അവിടെ രാമനവമി നടക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട്. 1611 വരുന്ന വില്യം ഫിഞ്ച്, 1634 വരുന്ന ഹെർബർട്ട് സ്പെൻസർ, ഇങ്ങനെയുള്ള തുടർച്ചയായിട്ടുള്ള യാത്രികരുടെ അനുഭവം. അതിലെനിക്ക് ഏറ്റവും കൗതുകമായി തോന്നിയൊരു അനുഭവം ഈ 1777 1781 ഇടയിൽ വന്ന ജോസഫ് ടിഫാൻഡ്ലർ എന്ന് പറയുന്നൊരു യാത്രികനാണ്. ജോസഫ് ടിഫാൻഡ്ലർ വരുമ്പോഴേക്കും അവിടെ മറ്റൊരു ആരാധനാലയം ഉണ്ടായി കഴിഞ്ഞു, മറ്റൊരു മതത്തിൻ്റെ സ്വഭാവത്തിലുള്ള ആരാധനാലയം ഉണ്ടായിക്കഴിഞ്ഞു. പക്ഷെ അപ്പോഴും ആ ആരാധനാലയത്തിന് പുറത്തുള്ള ഭൂമിയിൽ, ഔട്ടർ കോർട്ട്യാർഡിൽ, അവിടുത്തെ വിശ്വാസികളായിട്ടുള്ള ഹിന്ദുക്കൾ മണ്ണ് കുഴച്ച് ബേഡി എന്ന പേരിൽ 5 അടി ഉയരത്തിൽ തൊട്ടിൽ പോലെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് അവിടെ രാംലല്ല കിടക്കുകയാണ് എന്ന് സങ്കല്പിച്ച് ആ രാംലല്ലയ്ക്ക് ആരാധന നടത്തുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാദത്തിൽ പുഷ്പങ്ങൾ സമർപ്പിക്കുന്നുണ്ടായിരുന്നു. ആ കുട്ടിയെ കുളിപ്പിക്കുന്നതായിട്ട് അവർ സങ്കല്പിക്കുന്നുണ്ടായിരുന്നു. അതിന് അലങ്കാരങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നു. ഈ 1611 പോകുന്ന വില്യം ഫിഞ്ച് പറയുന്നൊരു കാര്യമുണ്ട്. തകർക്കപ്പെട്ട ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിലിരുന്ന് പാണ്ഡകൾ, അദ്ദേഹം പാണ്ഡാസ് എന്നാണ് പറയുന്നത്, അയാൾക്ക് ഭാഷയുടെ കുഴപ്പം കൊണ്ടാവും അദ്ദേഹം പണ്ഡിറ്റ് എന്നാണ് ഉദ്ദേശിച്ചത് എന്ന് നമ്മൾ ഊഹിക്കുന്നു. പാണ്ഡകൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ പാണ്ഡകൾ തകർക്കപ്പെട്ട ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഇരുന്നുകൊണ്ട് അവിടെ സന്ദർശനത്തിന് വരുന്ന ആളുകളുടെ പേര് വിവരങ്ങൾ എഴുതിയെടുക്കുന്നുണ്ട്. നിങ്ങളവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ നിങ്ങളോട് എന്താ പേര് എന്ന് ചോദിക്കും. നിങ്ങളുടെ പേര് പറഞ്ഞാൽ അവരവിടെ എഴുതും. തകർക്കപ്പെട്ട ക്ഷേത്രത്തിന്. അതെന്താണ് അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അയോധ്യയിലെ ഒരു പുരാതന വിശ്വാസമാണ്. അയോധ്യയിൽ ഒരിക്കലെങ്കിലും പോയിട്ടുള്ള ആൾക്ക് നേരിട്ട് വിഷ്ണുപാദത്തിൽ ലയിക്കാം. പിന്നെ ഈ ജനന മരണങ്ങളുടെ ഈ വാർത്തുള ചക്രത്തിൽ കിടന്ന് തുടർച്ചയായിട്ട് വീണ്ടും ജനിക്കുക, കുറേ കർമ്മം ചെയ്യുക, ആ കർമ്മഭാരം ഉണ്ടാക്കുക, ആ കർമ്മഭാരം തീർക്കാൻ വേണ്ടി വീണ്ടും ജനിക്കുക, ഈ ജനന മരണങ്ങളുടെ നിരന്തരം ആവർത്തനത്തിൻ്റെ ഈ വാർത്തുള ചക്രം ഭേദിച്ചുകൊണ്ട് ഇനി ജനിക്കേണ്ടതില്ലെന്നൊരവസ്ഥ പ്രാപിക്കാവുന്നൊരു കാര്യമുണ്ടല്ലോ. വിഷ്ണുവാദത്തിൽ ലയിക്കുക, മോക്ഷം, ഇത് കിട്ടും അയോധ്യയിൽ പോയാന്ന്. അതുകൊണ്ടാണ് നമ്മൾ അയോധ്യേനെ മോക്ഷപുരി എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ മരിച്ചു കഴിഞ്ഞിട്ട് വൈകുണ്ഠത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഈ വിഷ്ണുവിൻ്റെ ദ്വാരപാലകന്മാർ 2 പേരുണ്ടല്ലോ, ജയവിജയന്മാർ, ഇവർ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് വാതിൽ തുറന്നു തരാണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് അവരോട് പറയാം, എന്ത്, അയോധ്യയിൽ പോയിട്ടുള്ള ആളാട്ടോ, കയറ്റി വിട്ടോളൂ എന്ന് പറയാം. അപ്പോൾ മൂപ്പര് വിളിപ്പിക്കും, ഈ പറയുന്ന പാണ്ഡകളെ വിളിപ്പിച്ചിട്ട് അവരുടെ കയ്യിലുള്ള ഈ ഡയറി എടുത്ത് നോക്കും. ഈ ടെമ്പിൾ റെക്കോർഡ്സ് ഉണ്ടല്ലോ, ഈ റെക്കോർഡ് എടുത്ത് നോക്കിയിട്ട് ഇതിൽ നിങ്ങളുടെ പേരുണ്ടോ നോക്കും. അതിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു, പിന്നെ ചോദ്യമൊന്നുമില്ല, നേരെ അകത്തേക്ക് കയറ്റി വിടുകയാണ്. പേരില്ലെങ്കിൽ പോയി. അപ്പോൾ അവിടെ പോയാൽ മാത്രം പോരാ, അവിടുത്തെ പുസ്തകത്തിൽ പേര് വരുത്തും വേണം. നിങ്ങൾ ഗോകർണത്ത് പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഗോകർണം ക്ഷേത്രത്തിൽ സമാനമായിട്ടുള്ളൊരു വിശ്വാസമുണ്ട്. ഗോകർണത്ത് സാക്ഷീശ്വരൻ എന്ന് പറയുന്ന ഒരു ശിവനുണ്ട്. ഗോകർണത്തെ മഹാബലേശ്വരനാണ് അവിടുത്തെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠ. അറിയാലോ, അതിൻ്റെ കഥയൊക്കെ അറിയാലോ അല്ലേ? രാവണൻ കൊണ്ടുവന്ന ശിവനെ കൈലാസത്തിൽ പോയിട്ട് ബുദ്ധിമുട്ടിച്ചിട്ട് രാവണൻ മേടിച്ചു കൊണ്ടുവന്ന ആത്മലിംഗമാണ് ഇത്. ലങ്കയിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ പിന്നെ മൂപ്പരെ പിടിച്ചാൽ കിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ ഗണപതി പുറകെ പോയി എന്നാണ്. ഗണപതി പുറകെ പോയി, അപ്പോഴേക്കും രാവണന് മൂത്രശങ്ക വന്നു. ഇത് താഴെ വെക്കാൻ പാടില്ല എന്നൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗണപതി കന്ന് മേയ്ക്കുന്ന ഒരു കുട്ടിയുടെ ഭാവത്തിൽ അവിടെയൊക്കെ ചുറ്റിപ്പറ്റി നിന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു. അപ്പോൾ 3 വട്ടം വിളിക്കും. 3 വട്ടം വിളിച്ചിട്ട് വന്നില്ലെങ്കിൽ ഞാനിവിടെ വെക്കുമെന്ന് പറഞ്ഞിരുന്നു. വളരെ പതുക്കെ, ആരും കേൾക്കാണ്ട് രാവണ 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 എന്ന് വിളിച്ചിട്ട് അവിടെ വെച്ചു. ഇതവിടെ വെച്ചോടുകൂടി ഇതവിടെ ഉറച്ചു പോയി. പിന്നെ നിവൃത്തിയൊന്നുമില്ല. മൂപ്പര് വന്നിട്ട് ഇത് പറിച്ചെടുക്കാൻ നോക്കി. ഇതിങ്ങനെ അന്തർധാനം ചെയ്ത് പോവുകയാണ്, താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സാധനം ഇങ്ങനെ പിടിച്ച് നിർത്തിയപ്പോൾ അവസാനം പശുവിൻ്റെ ചെവി പോലത്തെ ഒരു കഷ്ണം അവിടെ ബാക്കിയായി. അതാണ് ഗോകർണം. പശുവിൻ്റെ ചെവി പോലത്തെ ഒരു കഷ്ണം മാത്രം ബാക്കിയെല്ലാം ഭൂമിയുടെ അടിയിലേക്ക് പോയി. അവസാനം ചന്ദ്രഹാസം കൊണ്ട് വെട്ടി. ചന്ദ്രഹാസം കൊണ്ട് വെട്ടിയപ്പോൾ ഇത് പല കഷ്ണമായിട്ട് ചെതറി പല ഭാഗത്ത് വീണു. അതാണ് 108 ശിവാലയങ്ങൾ എന്ന് പറയും. അതിലെ തുണി ചെന്ന് വീണ സ്ഥലമാണ് മുരുഡേശ്വരം എന്ന് പറയുന്നത്. ഇപ്പോൾ വലിയൊരു ശിവൻ്റെ പ്രതിമയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മുരുഡം എന്ന് പറഞ്ഞാൽ തുണി എന്നർത്ഥം. അപ്പോൾ തുണി ചെന്ന് വീണ സ്ഥലമാണ് മുരുഡേശ്വരം. ദേഷ്യം വന്നപ്പോൾ രാവണൻ അവിടുത്തെ ഗണപതിയുടെ തലയ്ക്കൊരു അടി കൊടുത്തുന്നുണ്ട്. അവിടുത്തെ ഗണപതിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഗണപതിയുടെ തലയിലൊരു കുഴിയുണ്ട്. നമ്മളവിടുത്തെ ഗണപതിയുടെ തലയിൽ പോയിട്ട് ഇങ്ങനെ ഒഴിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ തലയിലൊരു കുഴിയാണ്. അവിടെ ശിവലിംഗത്തിന് പകരം ഒരു കുഴിയാണ്.
ആ ശിവലിംഗത്തിൻ്റെ ആ കുഴിയുടെ ഉള്ളിലേക്ക് കൈയിട്ടിട്ടാണ് നമ്മളെല്ലാ ആരാധനയും നടത്തുക. പാലഭിഷേകം നടത്തും, നെയ്യൊഴിക്കും, എണ്ണയൊഴിക്കും. എന്നിട്ട് ഇങ്ങനെ കൈയിട്ടിട്ട് ഉള്ളിൽ സ്വയംഭൂവായിട്ടൊരു ലിംഗമുണ്ട്, അതിൽ തൊട്ട് നോക്കുക ചെയ്യാം. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ പുറത്ത് വേറൊരാളിരിക്കുന്നുണ്ട്, സാക്ഷീശ്വരൻ. അപ്പോൾ അവിടെ പോയിട്ട് സാക്ഷീശ്വരനെ കണ്ടു കഴിഞ്ഞാൽ മൂപ്പരടുത്ത് ഇങ്ങനെ കൈയടിക്കണം, അത്രേ 3 വട്ടം. ഇങ്ങനെ 3 വട്ടം കൈയടിക്കുക. അപ്പോഴേ സാക്ഷീശ്വരൻ ശ്രദ്ധിക്കുള്ളൂ. മൂപ്പര് തപസ്സാണ്, ധ്യാനത്തിലിരിക്കുകയാണ്. പക്ഷെ 3 വട്ടം കൈയടിച്ചാൽ മൂപ്പര് കണ്ണു തുറന്ന് നോക്കും, ആ നിങ്ങളെ നോട്ട് ചെയ്തു, കുഴപ്പമില്ല, പിന്നെ നിങ്ങൾ രക്ഷപ്പെട്ടു. നിങ്ങൾക്ക് പിന്നെ എന്താണ്, വൈകുണ്ഠത്തിലല്ല കൈലാസത്ത് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പേര് പറയാം, ഞാൻ ഗോകർണത്ത് പോയിട്ടുള്ള ആളാണ്. അപ്പോൾ അയോധ്യയിൽ ഇങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെന്നാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. അയോധ്യയിൽ ഒരു തവണ പോയിട്ടുള്ള ആൾക്ക് നേരെ വൈകുണ്ഠത്തിൽ പ്രവേശനം ഉണ്ട് എന്നാണ്. അതുകൊണ്ടാണ് മോക്ഷപുരിയാണ് എന്നാണ് വിശ്വസിച്ചത്. ഇത് അയോധ്യയ്ക്ക് മാത്രമല്ല, ഇത് നമ്മൾ അങ്ങനെ പ്രധാനപ്പെട്ട പുരികളായി കണ്ടിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. കാശിക്ക് അവിമുക്തം എന്നാണ് പണ്ടത്തെ പേര്. അവിമുക്തം എന്നുള്ള പേര് വരാനുള്ള കാരണം ശിവനൊരിക്കലും ഉപേക്ഷിക്കാത്ത നഗരിയാണ് കാശി എന്ന്. ശിവൻ ഒരിക്കലും കാശിനെ ഉപേക്ഷിക്കില്ല, അതുകൊണ്ട് അവിമുക്തമാണത്. അതുകൊണ്ടാണ് മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും ദീർഘകാലമായി നിരന്തരമായി കണ്ടിന്യൂസ്ലി ഇൻഹബിറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. നിരന്തരമായിട്ട് മനുഷ്യന്മാർ ജീവിച്ചു വരുന്ന യോഗീശ്വരന്മാർ കാശിയെ ആകാശത്തിലേക്ക് ഉയർന്നു നിൽക്കുന്ന ധ്യോവായിട്ടാണ് അത്ര കാണുന്നത്, ഭൂമിയായിട്ടല്ല കാണുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനത്തെ ഒരു മിസ്റ്റിക് നഗരമാണ്. വരുണാനദിയും അസീ നദിയും ചെന്ന് ഒന്നിക്കുന്നത് കൊണ്ടാണ് നമ്മളതിനെ വാരാണസി എന്ന് വിളിക്കുന്നത്, ബനാറസ്, കാശി, ഇങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന നമ്മുടെ 12 ജ്യോതിർലിംഗങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജ്യോതിർലിംഗമായിട്ടുള്ള വിശ്വനാഥൻ. നമ്മുടെ ദക്ഷിണേന്ത്യയിലെ ജ്യോതിർലിംഗമാണല്ലോ രാമേശ്വരത്തുള്ള. അതേപോലെ 12 ജ്യോതിർലിംഗങ്ങളെ പ്രധാനപ്പെട്ട വിശ്വനാഥൻ ഇരിക്കുന്ന സ്ഥലമാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ മോക്ഷമുള്ള സ്ഥലമാണ്. പക്ഷെ അവിടെയും എന്താ ഉണ്ടായത് എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഇതേപോലെ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ സ്വർഗാരോഹണം നടന്നിട്ടുള്ള സ്ഥലമാണ് ദ്വാരക. അദ്ദേഹം അവിടെ നിന്നാണ് സ്വർഗത്തിലേക്ക് പോകുന്നത്. ശ്രീകൃഷ്ണൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷമാണ് ദ്വാരകേനെ സാഗരം എടുക്കുന്നത്, കടലിൻ്റെ അടിയിലേക്ക് എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. പിന്നീട് കുറേ കാലത്തിന് ശേഷം നടത്തിയിട്ടുള്ള സമുദ്രാന്തര പര്യവേഷണത്തിലാണ് കടലിനടിയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു നിഗൂഢ നഗരിയായിട്ട് ദ്വാരകാ നഗരിയുടെ പല അവശേഷിപ്പുകളും കണ്ടെടുത്തത്. അവിടെ വളരെ പുരാതനമായിട്ടുള്ള ശ്രീകൃഷ്ണൻ തന്നെ ആരാധന നടത്തിയിരുന്നതാണെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു വൈഷ്ണവ ആരാധനാ സ്വഭാവത്തിലുള്ളൊരു വിഗ്രഹമുള്ളൊരു ക്ഷേത്രം ഉണ്ടായിരുന്നു. അവിടെ എന്താണ് സംഭവിച്ചത് നമുക്കറിയാം. സോമനാഥത്ത് എന്താണ് സംഭവിച്ചത് നമുക്കറിയാം. അപ്പോൾ അപഹരണത്തിൻ്റെ ഒരു വലിയ ചരിത്രം നമുക്ക് പുറകെ വരുന്നുണ്ട് എന്ന് ഭാഗവതകാലത്തെ സൂചനയുണ്ടായിരുന്നു. ആ ആളുകളുടെ സ്വഭാവത്തെ പറ്റിയിട്ടുള്ള വളരെ വ്യക്തമായിട്ടുള്ള അത് ഏതൊക്കെ ദേശങ്ങളാണെന്നുള്ളതാണ് എനിക്കൊരു അത്ഭുതം തോന്നിയത്. നിങ്ങൾ ആ ദേശങ്ങളുടെ പേരൊക്കെ ശ്രദ്ധിച്ചോ? കാന്തി നഗരം, കാശ്മീര ദേശം എന്നൊക്കെ പറഞ്ഞാൽ ഏതാണെന്ന് ഞാൻ പ്രത്യേകമായിട്ട് സൂചിപ്പിക്കേണ്ടതില്ല തോന്നുന്നു. പക്ഷെ എന്താ വെച്ചാൽ ഭാഗവതം കൃത്യമായിട്ട് നമുക്കൊരു ധൈര്യവും തരുന്നുണ്ട്. ഇതൊന്നും എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുകയല്ല എന്നുള്ളത്. ഇത് ഒരു കാലഘട്ടത്തിൽ സംഭവിക്കാൻ പോകുന്നതാണ്. അതായത് എന്താണ് നമ്മുടെ ഭാഗവതത്തിൻ്റെ തത്വം? ഭാഗവതം എന്ന് പറയും പരീക്ഷത്തിന് ഉപദേശിക്കുന്ന എന്തിനാണ്? വൈരാഗ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഈ മരിക്കാൻ പോകുന്ന ഒരാൾക്ക് മരണത്തോടുള്ള ഭയമില്ലാണ്ടാവാൻ വേണ്ടിയിട്ടാണല്ലോ ഈ ഭാഗവതത്തിൻ്റെ സന്ദേശം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ നഷ്ടങ്ങളൊന്നും സ്ഥായിയല്ല, ഇതൊക്കെ ചാക്രികാണ്. ഇതിനുശേഷം ഇതെല്ലാം വീണ്ടും ആരംഭിക്കുന്ന ശ്രീകൃഷ്ണൻ്റെ സ്വർഗാരോഹണത്തിൻ്റെ സന്ധ്യാസമയത്ത് തന്നെ കലി അവതരിക്കുന്നുണ്ട്, കലി അവിടെ വരുന്നുണ്ട്. പക്ഷെ കലിക്ക് പ്രഭാവമില്ല. ശ്രീകൃഷ്ണൻ എത്ര കാലമാണോ ഭൂമിയിൽ സഞ്ചരിച്ചത്, ആ പുണ്യപാദങ്ങൾ എത്ര കാലമാണോ ഭൂമിയിൽ പതിഞ്ഞത്, അത്രയും കാലം കാത്തിരുന്നാലേ കലിക്ക് പ്രഭാവം ഉണ്ടാവുള്ളൂ. പിന്നെ കലിക്ക് പ്രഭാവമുള്ളൊരു കാലമുണ്ട്, ഒരു 1200 വർഷങ്ങൾ കലിക്ക് പ്രഭാവമുള്ള കാലമുണ്ട്. അത് കഴിഞ്ഞാൽ ഈ കലിയുഗത്തിൻ്റെ ഒരു വലിയ ശക്തിയുള്ള കാലം കഴിഞ്ഞാൽ കൽക്കി എന്ന് പറയുന്നൊരു അവതാരത്തെ പറ്റിയിട്ടും ഈ 12ാം സ്കന്ധത്തിൽ തന്നെ പറയുന്നുണ്ട്. കൽക്കി അവതരിക്കുന്നതോടുകൂടി കൃതയുഗം വീണ്ടും ആരംഭിച്ചു എന്നാണ്. കൽക്കി അവതാരം, അതായത് ഈ പറയുന്ന ആ നഗരം ശലഭം അല്ലേ, ശംഭല നഗരം എന്ന് പറയുന്നൊരു നഗരത്തിൽ ഇങ്ങനെയുള്ള വിഷ്ണു ദത്തൻ എന്ന് പറയുന്ന ആളുടെ മകനായി ഇങ്ങനെയുള്ള കൽക്കി മ്ലേച്ഛനിധാന നിവാഹേ കലയാസി കരവാളം ധൂമകേതും ഇവ കിം അപി കരാളം കേശവധൃത കൽക്കീ ശരീര ജയ ജഗദീശ ഹരേ. അങ്ങനെ കൽക്കി അവതരിക്കുന്ന സമയത്തോടു കൂടി വീണ്ടും കൃതയുഗം ആരംഭിക്കുകയാണ്, വീണ്ടും ഈ ചക്രം തുടങ്ങുകയാണ്. അപ്പോൾ ഇതൊന്നും സർവനാശമല്ല, ഇത് ഒരു കാലഘട്ടത്തിൽ മാത്രം സംഭവിക്കുന്നതാണ്. ഈ ധർമ്മം സനാതനമായിട്ടുള്ളൊരു ധർമ്മമാണ്, ഈ രാജ്യം സനാതനമായിട്ടുള്ളൊരു രാഷ്ട്രപദ്ധതിയാണ്. കാരണം ഇത് സാക്ഷാൽ ദേവനിർമ്മിതമായിട്ടുള്ള ഭൂമിയാണ്.
അല്ലേ? ഉത്തരം യം അല്ലേ, സമുദ്രത്തിന് മേലെയായിട്ടും ഈ പറയുന്ന ഹിമാലയത്തിന് താഴെയായിട്ടും പ്രകൃതിയാൽ സംരക്ഷിക്കപ്പെടുന്ന ഒരു ദേവഭൂമിയായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഭൂമിയാണിത് എന്നുള്ള. അപ്പോൾ ഇതിൻ്റെ ഒരു കാലഘട്ടത്തിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടുള്ള കൃത്യമായിട്ടുള്ള സൂചനകളാണ് ഈ 12-ാം സ്കന്ധത്തിൻ്റെ 1-ാമത്തെ അധ്യായം പറയുന്നതെങ്കിൽ 2-ാമത്തെ അധ്യായം പറയുന്നത് എന്താണ് ഈ കലികാലത്തിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നൊരു ഭാഗമാണ്. അതും വളരെ ചുരുക്കത്തിലൊന്ന് പറഞ്ഞിട്ട് നിങ്ങളെ വല്ലാതെ നിങ്ങളുടെ സമയം അപഹരിക്കാതെ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. എന്താണ് ചോദ്യം? ശ്രീശുക ബ്രഹ്മർഷി തുടരുകയാണ്. അനന്തരം അനുദിനം കലികാല വൈഭവത്താൽ ധർമ്മം, സത്യം, ശൗചം, ക്ഷമ, ദയാ, ബലം, വിവേകസ്മൃതി എന്നിവ നശിച്ചുകൊണ്ടിരിക്കും. കലിയിൽ ആഭിജാത്യവും സദാചാരവും നിശ്ചയിക്കാനുള്ള ഉപാധി ധനമായിരിക്കും. ധർമ്മവും ന്യായവും നിർണ്ണയിക്കുന്നത് ബലവും. ദാമ്പത്യത്തിന് കാരണം അനുരാഗം മാത്രം. ക്രയവിക്രയത്തിന് കാപട്യമായിരിക്കും മുഖ്യാശ്രയം. സ്ത്രീയുടെയും പുരുഷൻ്റെയും ശ്രേഷ്ഠത നിർണ്ണയിക്കുന്നത് രതിസാമർഥ്യത്തെ നിമിത്തമാക്കിയായിരിക്കും. വിപ്രത്വം നിശ്ചയിക്കാനുള്ള ഉപാധി പൂണൂലും ദണ്ഡാജിനാദി ബാഹ്യചിഹ്നങ്ങളെ നോക്കിയിട്ടാണ് ആശ്രമങ്ങളെ നിശ്ചയിക്കുന്നത്. പരസ്പര ബഹുമാനവും അടയാളങ്ങളെ ആശ്രയിച്ച് തന്നെ. മുതൽ മുടക്കാൻ കഴിയാത്തവൻ്റെ ഭാഗത്ത് ന്യായമില്ലെന്ന് വരും. പാണ്ഡിത്യത്തിൻ്റെ ലക്ഷണം വാചാലതയായിരിക്കും. നിർധനൻ നീചനാവും. വേഷമാണ് ശ്രേഷ്ഠത നിർണ്ണയിക്കുക. പരസ്പര സ്വീകാരം തന്നെ വിവാഹം. അലങ്കാരം നടത്തിയാൽ കുളിയായി. അകലെയുള്ള ജലാശയം തീർത്ഥം. മുടിമിനുക്കിയാൽ സൗന്ദര്യമായി. വയറ്റുപിഴപ്പ് തന്നെ ജീവിത ലക്ഷ്യം. വഞ്ചന സത്യത്തിൻ്റെ വേഷമണിയും. കുടുംബഭരണമാണ് സാമർഥ്യം. പേരിനു വേണ്ടി ധർമ്മം അനുഷ്ഠിക്കും. ഇങ്ങനെ ദുഷ്ടരായ പ്രജകളെക്കൊണ്ട് ഭൂമി നിറയുമ്പോൾ ചതുർവർണ്ണികളിൽ കയ്യൂക്കുള്ളവനാരോ അവൻ അരജനായിത്തീരും. നിഷ്കരുണരായ അരജന്മാർ തങ്ങളുടെ ഭാര്യമാരെയും സ്വത്തിനെയും അപഹരിക്കുമ്പോൾ പൊറുതിമുട്ടിയ പ്രജകൾ കാടുകളിൽ അഭയം തേടും. താളും തകരയും കിഴങ്ങും ഇറച്ചിയും തേനും പഴവും പൂവും കുരുവും തിന്ന് അവർ കഴിഞ്ഞുകൂടും. മഴയില്ലാഞ്ഞും പഞ്ഞം പിടിച്ചും കരം കൊടുക്കാൻ കഴിവില്ലാതെയും ആളുകൾ നശിക്കും. വിശപ്പ്, ദാഹം, ആധി, വ്യാധി ഇവയാൽ ജനങ്ങൾ വലയും. കലിയുഗത്തിൽ ജനങ്ങളുടെ ആയുസ് ഏറിപ്പോയാൽ 20-30 വർഷമായിരിക്കും. ഇതാണ് കലിയുഗത്തിൻ്റെ ലക്ഷണമായിട്ട് പറയുന്നത്. നമുക്ക് വലിയ അത്ഭുതമൊന്നും തോന്നുന്നില്ല അല്ലേ? ഇതിൽ പറഞ്ഞ പല കാര്യങ്ങളും നമുക്ക് വളരെ എന്താ പറയുക, യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ എന്താണ് പാണ്ഡിത്യത്തിൻ്റെ ലക്ഷണമായിരിക്കും വെറും വാചാടോപം മാത്രമായിരിക്കും എന്ന് പറഞ്ഞത് അല്ലേ? അകലെയുള്ള കുളം തീർത്ഥമായിരിക്കും എന്ന് പറഞ്ഞത് അല്ലേ? അലങ്കാരമാണ് കുളി എന്ന് പറഞ്ഞത്. ഈ പറയുന്ന സ്ത്രീ പുരുഷ ബന്ധം എന്ന് പറയുന്നത് കേവലം ഈ ശാരീരികമായിട്ടുള്ള താല്പര്യങ്ങളെ മാത്രം മുൻനിർത്തിയിട്ടുള്ളതായിരിക്കും എന്ന് പറയുന്നത് പൊതുവിൽ സമൂഹത്തിൻ്റെ സദാചാര ഭാവം ഇല്ലാണ്ടാവും. തന്നെയുമല്ല, സദാചാരം ആചരിക്കുന്നതൊരു തെറ്റുമായി മാറും. ഇപ്പം നോക്കൂ, നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഒരു ആക്ഷേപം എന്താ? സദാചാരക്കാരനാണെന്നാ. പണ്ട് സദാചാരം ഇല്ലായ്മയായിരുന്നു കുറ്റമെങ്കിൽ ഇപ്പം സദാചാരമേ കുറ്റമാണ്. ഒരാൾ സദാചാരം അനുഷ്ഠിക്കുന്നെങ്കിൽ അയാൾ വളരെ പിന്തിരിപ്പനാണ്. സദാചാര പോലീസ് എന്ന് വിളിക്കുന്നത് ഏറ്റവും വലിയ ഒരാൾക്ക് നേരെയുള്ള ഏറ്റവും വലിയ ആക്രമണമാണ്. അതായത് നേരെ അങ്ങോട്ട് സമൂഹത്തിൻ്റെ തലതിരിഞ്ഞ്. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, നമ്മുടെ നാട് ഭയങ്കരമായിട്ടുള്ള ഒരു വികൃതമായിട്ടുള്ള കാഴ്ചപ്പാടുള്ള നാടാണ്. അതായത് ശ്രേഷ്ഠം എന്ന് ഒരു സമൂഹം കരുതുന്ന സാധനങ്ങളെ മുഴുവൻ അപലപിക്കുകയും തിന്മ എന്ന് പറയുന്നതിനെ മുഴുവൻ മഹത്വവൽക്കരിക്കുകയും ചെയ്യുന്ന ഒരു ഭയങ്കര വിപരീതമായിട്ടുള്ള പ്രവണത നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒരിടക്കാലത്ത് ഉണ്ടായിരുന്നു, പരീക്ഷയിൽ ജയിക്കുന്നതൊന്നും വലിയ കാര്യമല്ല, തോക്കുന്നവരാണ് മഹാന്മാർ. ഓർമ്മയുണ്ടോ? എന്താണ് ഇതിൻ്റെയൊക്കെ സന്ദേശം? പക്ഷെ വളരെ ആധികാരികമായിട്ട് ആത്മാർത്ഥമായിട്ട് പുതിയ തലമുറയിലെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. പരീക്ഷയിൽ ജയിക്കുന്നതൊക്കെ എല്ലാവരും ജയിക്കുകയാണ്, തോൽക്കുന്നവരാണ് ചരിത്രം സൃഷ്ടിക്കുന്നത്. ഇതൊരു സംഭവത്തിൽ മാത്രമല്ല. നിങ്ങൾ നോക്കിക്കോളൂ, കലയിലും സാഹിത്യത്തിലുമൊക്കെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സംഭാവന നടത്തിയിട്ടുള്ള ആളുകൾ. ഇപ്പോൾ മോഹൻലാലിനെ നമ്മൾ എന്താ വിളിക്കാറ്? സവർണ മാടമ്പി അല്ലേ? സിനിമകളിൽ നായർ വരേണ്യ സങ്കല്പത്തിൻ്റെ ഇത് കുത്തിക്കയറ്റിയ ആൾ എന്നാണ്. പക്ഷെ നേരെ തിരിച്ച് നമ്മുടെ മഹാനടൻ്റെ സങ്കല്പങ്ങൾ പറയുമ്പോൾ ഇപ്പോൾ ആരൊക്കെയാ മഹാനടന്മാർ? യഥാർത്ഥത്തിൽ അർഹരായിട്ടുള്ള നടന്മാരാരൊക്കെയാ? അതായത് പത്രസമ്മേളനം വിളിച്ചിട്ട് പത്രക്കാരെ വരെ ചീത്ത വിളിക്കുന്ന നടന്മാരൊക്കെ മഹാനടന്മാരാവുകയും എന്നാൽ മാന്യത ഉണ്ടായി പോയി എന്നുള്ളതൊരു അപരാധമായിട്ട് അങ്ങനെയുള്ള ആളുകളുടെ സിനിമയിലെ കഥാപാത്രങ്ങളുടെ ജാതിയൊക്കെ വെച്ചുകൊണ്ട് അവരെ ആക്ഷേപിക്കുകയും ചെയ്യാം. സാഹിത്യത്തിൽ നോക്കൂ, സാഹിത്യത്തിൽ സഭ്യമായിട്ടും മാന്യമായിട്ടും കുടുംബത്തെ പറ്റിയുമൊക്കെ എഴുതിയിരുന്ന ആളുകൾ എന്തായി? അവർ മൃദു ഹിന്ദുത്വവാദികളാണ്. അവർ ഭാഷയിലേക്ക്, അവർ സംസ്കാരത്തിലേക്ക് ഹിന്ദുത്വം ഒളിച്ചു കടത്തിയിട്ടുള്ള മൃദുസംഖികളാണ്. നേരെ തിരിച്ച് സ്ത്രീകളെപ്പറ്റി പച്ചയ്ക്ക് പുലഭ്യം എഴുതുന്ന ആളുകളോ നമുക്ക് പുരസ്കാരം കിട്ടുന്ന
സാഹിത്യകാരന്മാരായി മാറുന്നു. രാജ്യത്തെ ഏറ്റവും വലിയ പുരസ്കാരമൊക്കെ അവർക്കാണ്. JCB പുരസ്കാരമൊക്കെ കൊടുക്കുന്നുണ്ട്. ഇന്നിപ്പോൾ നാട്ടിലെ ജ്ഞാനപീഠത്തിനേക്കാൾ വലുതാണ് JCB. ജ്ഞാനപീഠത്തിന് 1 ലക്ഷമോ മറ്റോ ഉള്ളൂ സംഖ്യ. ഈ JCB പുരസ്കാരത്തിന് 25 ലക്ഷം ഉറുപ്പ്യുണ്ട്. JCB പുരസ്കാരം കിട്ടുന്നത് മീശ എഴുതിയ ആൾക്കാണ്. മീശ എഴുതി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ JCB. അങ്ങനെ നമ്മുടെ നാടിൻ്റെ സങ്കല്പം എങ്ങനെ, സിനിമ എന്ന് പറയുന്ന ഒരു മേഖലയെ പറ്റിയിട്ടുള്ള നമ്മുടെ കാഴ്ചപ്പാടൊക്കെ എങ്ങനെയാണ് മാറിയത്. അങ്ങനെ എന്താണ്, ഒരു കാലഘട്ടത്തിൽ മോശമായി കരുതിയിരുന്നതിനെ മുഴുവൻ ശ്രേഷ്ഠവൽക്കരിക്കുകയും എന്നാൽ ഒരു സമൂഹം ദിവ്യമായി കരുതുന്നതിനെ മുഴുവൻ അടച്ചാക്ഷേപിക്കുകയും ചെയ്യുക. ഇപ്പോൾ ഒരു വലിയ സമൂഹം ഈ രാജ്യത്ത് ഗോമാംസം കഴിക്കുന്നത് തെറ്റാണ് എന്ന് കരുതുന്നുണ്ട്. പശുവിന് അങ്ങനെ ഒരു വളരെ വൈകാരികമായിട്ടുള്ള ബന്ധമടുപ്പം. അത് അമ്മയാണെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. ഇവരൊന്നും ഈ പറയുന്ന പോലെ ഇത് യഥാർത്ഥത്തിൽ അമ്മയാണ് അച്ഛനാണെന്ന് വിചാരിച്ചിട്ടല്ല. ആരാധനാഭാവത്തോടെ സംരക്ഷിക്കേണ്ട എന്തിനേയും അമ്മയായി കരുതിയിട്ടുള്ളൊരു സംസ്കാരമാണിത്. ആരാധനാഭാവത്തോടുകൂടി സംരക്ഷിക്കണമെന്ന ബുദ്ധിയാണ് അവിടെ അമ്മ എന്ന് പറയുന്ന സങ്കല്പമാവുന്നത്. അല്ലാണ്ട് നാളെ തൊട്ടിട്ട് അത് അമ്മയായി കണക്കാക്കുന്നു. നമ്മുടെ സ്കൂളിൽ ചേരാനുള്ള കോളത്തിൽ അമ്മയുടെ സ്ഥാനത്ത് പശുവിൻ്റെ പേര് എഴുതാമെന്ന് വിചാരിച്ചിട്ടല്ല അത് ചെയ്യുന്നത്. നമ്മൾ ഈ നാട്ടിൽ ഗംഗാ നദീനെ ഗംഗാമാത അല്ലേ അങ്ങനെയല്ലേ വിളിച്ച്, ഈ രാജ്യത്തെ തന്നെ നമ്മൾ ഭാരത് മാത എന്നല്ലേ വിളിച്ച്, ഹിമാലയത്തിലെ സാഗർ മാത എന്നാണ് വിളിക്കുന്നത്. നമ്മൾ എന്തിനേയും മണ്ണിനെ ആവട്ടെ പുഴേനെ ആവട്ടെ മരത്തിനെ ആവട്ടെ നമ്മൾ സംരക്ഷിക്കേണ്ടതാണ്. നമ്മളെ നിലനിർത്താൻ നമ്മളെ സഹായിക്കുന്നതാണ്. നമുക്ക് മാതൃസഹജമായിട്ടുള്ള ഒരു കരുതലും വാത്സല്യവും സ്നേഹവും തന്നിട്ട് ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതം സാധ്യമാക്കിയവരാണ്. അതുകൊണ്ട് തന്നെ അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയല്ലേ നമ്മൾ പല ആളുകളുടെയും അവരുടെ സംഭാവനകൾ ഓർക്കാൻ വേണ്ടിയിട്ടല്ലേ അവർക്ക് വലിയ പദവികൾ കൊടുക്കുന്നത്. അല്ലാണ്ട് മഹാത്മാഗാന്ധിനെ നമ്മൾ രാഷ്ട്രപിതാവ് എന്ന് വിളിക്കുന്നത് എന്താ, ഗാന്ധി എല്ലാവരുടെയും അച്ഛനായതുകൊണ്ടല്ലല്ലോ. ഇവരൊന്നും ഇപ്പോൾ ഇവരുടെ ഈ പറയുന്ന സ്കൂളിലെ കോളത്തിൽ അച്ഛൻ്റെ സ്ഥാനത്ത് ഗാന്ധി എന്നല്ലല്ലോ എഴുതുന്നത്. അത് ഒരു സ്ഥാനമാണ്. അത് ഇനിയുള്ള തലമുറകൾക്ക് മനസ്സിലാക്കാൻ, അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെ. അതിൻ്റെ ഭാവത്തിലാണ് ഇവിടെ അമ്മ എന്ന് പറഞ്ഞത്. കാരണം ഇത് കാർഷിക വൃത്തിയിൽ അധിഷ്ഠിതമായി ജീവിച്ചിരുന്നൊരു സമൂഹമായിരുന്നു. ആ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം പശു എന്ന് പറയുന്നത് ആ അഗ്രേറിയൻ സൊസൈറ്റിയുടെ നട്ടെല്ലായിരുന്നൊരു സമയമാണ്. കുടുംബത്തിലെ ഒരു അംഗം തന്നെയായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും വീട്ടിൽ പട്ടിയെ കറി വെച്ച് കഴിക്കുന്ന ആലോചിക്കാൻ പറ്റുമോ? നമ്മൾ ഓമനിച്ച് വളർത്തുന്ന പട്ടിക്കുട്ടീനെ എന്തുകൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തത്? നിയമപരമായിട്ട് തെറ്റായതുകൊണ്ടാണോ? അല്ല, വൈകാരികമായിട്ടുള്ള ബന്ധമുള്ളതുകൊണ്ടാണ്. നമുക്കത് സാധിക്കാതെ വരുന്നത് വൈകാരികമായിട്ടുള്ള ബന്ധമുള്ളതുകൊണ്ടാണ്. നേരെ തിരിച്ച് ഈ പശുവിൻ്റെ കാര്യം വരുമ്പോൾ അങ്ങനെ അങ്ങോട്ട് ഏലിയനേറ്റായിപ്പോയി. സ്വന്തം സംസ്കാരത്തിൽ നിന്ന്, സ്വന്തം വേരുകളിൽ നിന്ന്, സ്വന്തം പൈതൃകത്തിൽ നിന്ന് അത്ര ദൂരത്തേക്ക് സഞ്ചരിച്ചുകൊണ്ട് ആ വൈകാരികത നഷ്ടപ്പെട്ടു. ഇതൊരു കാലത്ത് നമുക്കൊപ്പം ഇണങ്ങി ജീവിച്ചിരുന്നൊരു ജീവിയാണെന്ന് മനസ്സിലാവുന്നില്ല. അതിനെ കാണുമ്പോൾ അതിന് എത്ര കിലോ ഇറച്ചിയുണ്ട് എന്നേ നോട്ടം വരുന്നുള്ളൂ. അപ്പോൾ അതൊരു ഗ്ലോറിഫിക്കേഷൻ, അത് കഴിക്കുന്നു. ഒരു സമൂഹത്തിൻ്റെ വിശ്വാസത്തെ ഞങ്ങൾ ആക്ഷേപിക്കുകയാണ്. ഞങ്ങളിത് ചെയ്യുമ്പോൾ അവർക്ക് ദുഃഖം ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതൊരു ആനന്ദം, അതൊരു വലിയ പ്രഖ്യാപനം. അങ്ങനെ ഏതൊക്കെ മേഖലയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഈ ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ സംഗതികളും ഒരുപക്ഷെ വളരെ കൃത്യമായിട്ട് ആവർത്തിക്കുന്നതായിട്ട്, അത് മനുഷ്യർക്കിടയിലുള്ള ബന്ധമാവട്ടെ, അത് രാഷ്ട്രീയ നേതൃത്വത്തെ സംബന്ധിച്ച് പറഞ്ഞതാവട്ടെ, അതല്ലെങ്കിൽ സമൂഹത്തിൻ്റെ പൊതുവിലെ പോക്കിനെ സംബന്ധിച്ച് പറഞ്ഞായിക്കോട്ടെ, വളരെ ഭവിഷ്യവാണിയുടെ സ്വഭാവത്തിലുള്ള എന്താണ് നടക്കാനിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭാഗവതം വായിച്ചിട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ കലിയുഗമാണോ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം ഉണ്ടാവില്ല അല്ലേ. ഇത് സത്യയുഗമാണോ എന്ന് നമുക്ക് അബദ്ധത്തിൽ പോലും നമുക്ക് ആർക്കും തോന്നുന്നില്ല. ഇത് കലിയുഗമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കലിയുഗത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളും ഇവിടെ ആവർത്തിക്കുന്നുണ്ട്. ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും ഉണ്ട്. പരസ്പര സ്വീകാരം തന്നെ വിവാഹം അല്ലേ, ലിവിങ് ടുഗെദർ. കല്യാണം വേണ്ട, പരസ്പരം രണ്ടുപേരും സ്വീകരിച്ചാൽ തന്നെ വിവാഹമായി. പണ്ട് നമ്മൾ വിവാഹത്തിന് എന്തായിട്ടാണ് കണക്കാക്കിയിരുന്നത്? ഷോഡശ സംസ്കാരങ്ങളിൽ പെട്ടിട്ടുള്ളൊരു സംസ്കാരമാണ്. സംസ്കാരത്തിന് അതിൻ്റേതായിട്ടുള്ള ചിട്ടവട്ടങ്ങളും ആചരണങ്ങളും വേണം അല്ലേ. കുട്ടിയുടെ ലെജിറ്റിമസിക്ക് വേണ്ടിയിട്ട്, കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിയുടെ ലെജിറ്റിമസിക്ക് വേണ്ടിയിട്ട് സമൂഹം ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു സംവിധാനമാണ് വിവാഹം എന്ന് പറയുന്നത്. മാത്രമല്ല ആ ബന്ധത്തിലുള്ള സ്ത്രീക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്താനാണ്. നാളെ പുരുഷൻ കൈ ഒഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ അനാഥരായി പോകാണ്ടിരിക്കാനാണ്. അത് പാട്രിയാർക്കൽ സമൂഹത്തിൻ്റെ മർദ്ദക വ്യവസ്ഥിതിയാണ്. അതുകൊണ്ട് അത് വേണ്ട, ലിവിങ് ടുഗെദറാന്ന് പറഞ്ഞു. ആർക്കാ നഷ്ടം? ഇത് പാട്രിയാർക്കൽ സമൂഹത്തിൻ്റെ മർദ്ദക വ്യവസ്ഥയാണ്. വേണ്ടെങ്കിൽ വേണ്ട, ആയിക്കോളൂ. പരസ്പര സ്വീകാരം തന്നെയാണ് വിവാഹം. ആയിക്കോട്ടെ. പിന്നെന്താ, വേഷമാണ് ശ്രേഷ്ഠത നിർണ്ണയിക്കുന്നത്. സത്യമല്ലേ? നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ആളുകളെ അവരുടെ മഹത്വം മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? പേരിന് വേണ്ടി ധർമ്മം അനുഷ്ഠിക്കുക, അതേപോലെ തന്നെ
ഭരണമാണ് സാമർഥ്യം. ഇങ്ങനെ നമ്മൾ ഈ ലക്ഷണങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഓരോ ലക്ഷണവും വളരെ കൃത്യമാണെന്ന് തോന്നിപ്പിക്കുന്ന ഒരു 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 എന്താണ് കലിയുഗ വർണ്ണനയാണുള്ളത്. ഞാൻ പൊതുവിൽ അങ്ങോട്ട് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. സാധാരണ ഒരു വിഷയം തയ്യാറെടുത്ത് സംസാരിക്കുകയല്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഈ ശ്ലോകങ്ങൾ ഉദ്ധരിച്ച് ഓരോ അർത്ഥമൊന്നും വിശദീകരിച്ച് പോവാതെ ഞാൻ വളരെ പൊതുവിൽ ശ്രീരാമകൃഷ്ണ മഠം ഇറക്കിയിട്ടുള്ള സിദ്ധിനാഥാനന്ദ സ്വാമിയുടെ ഭാഗവതത്തിൻ്റെ മലയാള തർജ്ജമയെ ആശ്രയിച്ചുകൊണ്ട് ഞാൻ പൊതുവിൽ അങ്ങോട്ട് വളരെ എളുപ്പത്തിൽ ഇതിൻ്റെ ഒരു വിവരണം അങ്ങോട്ട് നടത്തിയെന്നേ ഉള്ളൂ. ഏതായാലും ഇതൊരു നമുക്കൊന്നും തീരെ നിരാശ സൃഷ്ടിക്കേണ്ട, ഇനി ഒന്നും സാധ്യമല്ല എന്ന് തോന്നിപ്പിക്കേണ്ട ഒരു കാലവുമല്ല കലിയുഗം. കലിയുഗത്തിലും ധർമാനുയായികളായിട്ടുള്ള ജനങ്ങൾക്ക് ഭഗവത് പാദത്തിലേക്കുള്ള മാർഗം ഭാഗവതാചാര്യന്മാർ തന്നെ നിശ്ചയിച്ച് തന്നിട്ടുണ്ട്. അത് ഏറെ പ്രയാസമുള്ള, ഏറെ കഠിനമായ, ഏറെ ദുർഘടമായിട്ടുള്ളൊരു മാർഗമല്ല. അത് നാമസങ്കീർത്തനം തന്നെയാണ്, നാമപാരായണം തന്നെയാണ്. ആ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ നാരായണൻ്റെ നാമം നിരന്തരമായിട്ട് ജപിക്കുക, നിരന്തരമായിട്ട് ആവർത്തിക്കുക എന്നുള്ളത് ഈ പറയുന്ന കലിയുഗത്തിൻ്റെ തിന്മകളൊന്നും നമ്മളെ ബാധിക്കാതെ നമുക്ക് ചുറ്റും ഈശ്വരൻ്റെ ഒരു കവചം. എങ്ങനെയാണോ ശ്രീകൃഷ്ണ പരമാത്മാവ് ഭൂമിയിൽ ജീവിച്ചത്രയും വർഷം കലി ഉണ്ടായിട്ടും കലിയുടെ പ്രഭാവം ബാധിക്കാതിരുന്നത്, അതേപോലെ ആ കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിച്ചില്ല. പക്ഷേ ആ നാമം കൊണ്ട് ആ ചൈതന്യത്തെ നമ്മളിലേക്ക് സന്നിവേശിപ്പിച്ചുകൊണ്ട് നമുക്ക് ചുറ്റുമുള്ള ഈ കലിയുടെ, അധർമ്മത്തിൻ്റെ, അനീതിയുടെ, ചതിയുടെ എല്ലാം മാരകമായിട്ടുള്ള വിഷം നമ്മളിലേക്ക് ഏൽക്കാതെ, പരീക്ഷത്തിന് വിഷമേൽക്കാതെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഭാഗവതം തന്നെ ഉണ്ടായത്. പരീക്ഷത്തിന് ഈ പറയുന്ന മരണത്തിന് മുമ്പ് തക്ഷകൻ്റെ ദംശനമേറ്റ് മരിക്കുന്നതിന് മുൻപ് ആ മരണഭയം ഇല്ലാതാക്കാൻ അദ്ദേഹത്തിന് സദ്ഗതി പ്രാപിക്കാൻ വേണ്ട നിർദ്ദേശമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കലിയുഗമാകുന്ന തക്ഷകൻ്റെ ദംശനമേറ്റ് എല്ലാവരും ഒടുങ്ങുന്നതിന് മുൻപുള്ള അവസാനത്തെ വാണിയാണ്, അവസാനത്തെ ഭഗവത് വാണിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഭാഗവതം എന്ന് പറയുന്ന വലിയ ആയുധം. ആ ഭാഗവതത്തിൻ്റെ സന്ദേശത്തെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ ഈ കലിയുഗത്തിൽ നമുക്ക് മോക്ഷമുണ്ട്, നമുക്ക് രക്ഷയുണ്ട്. അതിനുള്ള ഉപാധികളും ഭക്തി എന്ന് പറയുന്നൊരു ഉപാധിയാണ്. നമ്മൾ 4 പദ്ധതികളിൽ ഭക്തി എന്ന് പറയുന്ന പദ്ധതിയുടെ ശക്തിയാണ്. ജ്ഞാനമാർഗമുണ്ട്, ഭക്തിമാർഗമുണ്ട്, കർമ്മയോഗമുണ്ട്, അതല്ലെങ്കിൽ സന്യാസയോഗമുണ്ട്, രാജയോഗമുണ്ട്, ഇങ്ങനെ പല പദ്ധതികളുണ്ട്. പക്ഷേ എല്ലാവർക്കും ഏറ്റവും എളുപ്പത്തിൽ ഈശ്വര സാക്ഷാത്കാരം നേടാൻ സാധിക്കുന്ന ഏറ്റവും ലളിതമായ എന്നാൽ ഏറ്റവും തീവ്രമായ, ഏറ്റവും ഫലപ്രദമായിട്ടുള്ളൊരു മാർഗമാണ് ഇവിടെ മുന്നോട്ട് വെച്ച് തന്നിട്ടുള്ളത്. ഇതൊരു വലിയ ഒരു വലിയ വാത്സല്യത്തിൻ്റെ ചിഹ്നമാണ്. നമ്മുടെ ഋഷീശ്വരന്മാർക്ക് നമ്മളോടുള്ള, അവരവർക്ക് മാത്രം പോരാ, ഇനി വരുന്ന തലമുറകൾക്കും വേണമല്ലോ ഈ ഈശ്വരാനുഭവത്തിൻ്റെ ആനന്ദം. ആ ആനന്ദാനുഭവം അവരും കൂടി കുറച്ച് അനുഭവിച്ചോട്ടെ എന്ന് കരുതിയിട്ട് നമുക്ക് തന്നുപോയിട്ടുള്ളതാണ്. ആ ആനന്ദാനുഭവത്തെ പരമാവധി ഉള്ളിലേക്ക് എടുക്കാൻ വേണ്ടി സാധ്യമായ അത്രയും നാമങ്ങൾ ജപിക്കുക. ഇവിടെ വരാനും ഇത്രയും സമയം നിങ്ങളെ കാണാനും ഇത്തിരി നേരം സംസാരിക്കാനും സാധിച്ചത് എൻ്റെ വലിയ ഭാഗ്യം, എൻ്റെ വലിയ പുണ്യം. ഇനിയും ഇങ്ങനെ ഇടയ്ക്കെങ്കിലും നിങ്ങൾക്കിടയിലേക്ക് വരാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.